തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ ഉപകരണങ്ങളില്ലാതെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാതെയും ഡോക്ടർമാരും രോഗികളും വിഷമിക്കുന്നു. മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസനാണ് ഇത് പുറത്തുവിട്ടത്. അദ്ദേഹത്തിനെതിരെ നടപടി ഉറപ്പ്. പക്ഷേ ഏതൊരു മെഡിക്കൽ കോളേജിൻ്റെയും ഏതൊരു ജില്ലാ ആശുപത്രിയുടെയും താലൂക്ക് ആശുപത്രികളുടെയും സ്ഥിതിയും ആശാവഹമല്ല. അവിടെയൊക്കെ ഇത്തരം ഉപകരണങ്ങളില്ലാതെയും സൗകര്യങ്ങളില്ലാതെയും വലയുകയാണ്. ഒരുപാട് രോഗികൾക്ക് ആശ്വാസമാകേണ്ടതാണ് സർക്കാർ മേഖലയിലെ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും. പക്ഷേ നാം പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും തന്നെ അവിടുന്ന് പലപ്പോഴും കിട്ടാറില്ല. ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ ചികിത്സ നീട്ടിവെക്കുകയാണ്. ശസ്ത്രക്രിയകൾ ഒരുപാട് നീട്ടിവെച്ചു എന്നാണ് ഡോക്ടർ ഹാരിസ് പറയുന്നത്. ശരിയായിരിക്കും. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ പോലെ ഒരു കർമ്മിയായ ഒരു ഡോക്ടർക്ക് ഇത്തരം അലംഭാവങ്ങളും അനാസ്ഥകളും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. 365 ദിവസമുള്ള ഒരു വർഷത്തിൽ 360 ദിവസവും അദ്ദേഹം ചികിത്സ നടത്തുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ സർക്കാർ അനങ്ങേണ്ടേ? ഇനി ഡിപ്പാർട്ട്മെൻറ്റിന് നന്നാക്കാൻ തനിക്കാവില്ല എന്ന് അദ്ദേഹം കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ഇറക്കിയിട്ടുള്ളത്. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതിരിക്കുന്നു. ആരോഗ്യ നിലവാരത്തിലും നമ്മൾ മുൻപന്തിയിലാണ് എന്നൊക്കെ പറയുമ്പോഴും ആരോഗ്യ മേഖലയിലെ ചില ഇത്തരം കെടുകാര്യസ്ഥതകൾ നമുക്ക് വെച്ചു പൊറുപ്പിക്കാൻ ആവില്ല എന്ന് തന്നെ പറയാം.